പുറത്തെന്താ പ്രസംഗം? കാക്കി ട്രൗസറും അല്ലെങ്കിൽ കാക്കി പാൻസും ഇട്ട് ദണ്ഡയെടുത്ത് മാർച്ച് ചെയ്ത ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. RSSന്റെ അന്നത്തെ ശാഖകളിൽ നടപ്പാക്കിയിട്ടുള്ള പരിപാടി സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി യുവാക്കളെ സജ്ജമാക്കുകയായിരുന്നില്ല, നേരെ മറിച്ച് കബഡി കളിക്കുക ആണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് RSSന്റെ ശാഖകളിൽ നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം RSS നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ഹത്യയായിരുന്നു രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് 48 ജനുവരി 30-ന്. ഈ BJPക്കാരും സംഘപരിവാര ശക്തികളും തെല്ലും പരിഗണിക്കുന്നു. RSSന്റെ താത്വികാചാരനായിട്ട് ഗോൾവാൾക്കർ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് 3 ആഭ്യന്തര ശത്രുക്കളാണുള്ളത്. ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് മിഷണറിമാർ ക്രിസ്ത്യാനികൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. 3 M ആണ്: മാർക്സിസ്റ്റുകാർ, മിഷണറിമാർ, മുസ്ലിംസ്. മോദിയുടെ ഭരണത്തിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED കൊടകര കുഴൽപ്പണ കേസിലെ BJPക്കാരായിട്ടുള്ള പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്, കുറ്റപത്രം എന്ന പേരിൽ കോടതി കൊടുത്തിരിക്കുകയാണ്. അതിൽ വലുതായിട്ടൊന്നും അന്വേഷിക്കാനില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം, അതാണ് അവരുടെ പുതിയ മുദ്രാവാക്യം. അപ്പൊ കൊലക്കത്തിയുമായി ബോംബുമായിട്ട് CPMനെ തകർത്തുകൊണ്ട് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമം വിജയിക്കുന്നില്ല എന്ന അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ പുതിയ ശൈലിയിൽ എന്താ നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ളത് ജാതീയമായി ഭിന്നിപ്പിക്കുകയും മതപരമായി ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. തങ്ങളുടെ വർഗീയ അജണ്ട ഈ കേരളത്തിൽ നടപ്പാക്കണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജാതികളിൽപ്പെട്ട ആളുകളുടെ സ്വത്വബോധത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അത് വർഗീയ വോട്ടാക്കി മാറ്റണം. ഇതിനുള്ള പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് സംഘപരിവാരം ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത്. ിലെയും കേരളത്തിലെയും CPMന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിൽ CPMനെ തകർക്കണം. അതിനുവേണ്ടിയുള്ള ആസൂത്രണവും പ്രയോഗവുമാണ് യഥാർത്ഥത്തിൽ നിരവധി സഖാക്കളുടെ ജീവാർപ്പണത്തിന്, നിരവധി സഖാക്കളുടെ രക്തം ചീന്തുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായി RSSുമായിട്ട് നേരിട്ടുള്ള സംഘർഷം കുറവാണ്. അത് RSSന്റെ സ്വഭാവം മാറ്റിയതുകൊണ്ടല്ല. RSSന്റെ സ്വഭാവം RSSന്റെ ലക്ഷ്യം കേരളത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആക്രമണം നടത്തി കീഴടക്കാനായില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സംഘപരിവാരം പുതിയ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോ സഖാവ് പവിത്രന്റെ 16ാമത് രക്തസാക്ഷി ദിനമാണ് നമ്മളിപ്പോ ആചരിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഭരണം 10 വർഷം പൂർത്തീകരിച്ചു. ഇപ്പോ ആ ഭരണത്തിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായതിനെ തുടർന്ന് 3ാമതും മോദി പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അപ്പോ രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് നടപ്പാക്കുന്ന എന്താണ്? RSSന്റെ ലക്ഷ്യമെന്താണോ അത് തന്നെയാണ് അവർ നടപ്പാക്കുന്നത്. അതിന് കേരളത്തിൽ പുതിയ രീതികൾ അവലംബിക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RSSന്റെ താത്വികാചാരനായിട്ട് ഗോൾവാൾക്കർ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് 3 ആഭ്യന്തര ശത്രുക്കളാണുള്ളത്. ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് മിഷണറിമാർ ക്രിസ്ത്യാനികൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. 3 M ആണ്: മാർക്സിസ്റ്റുകാർ, മിഷണറിമാർ, മുസ്ലിംസ്. ഈ 3 Mനെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന സമീപനം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ RSS പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതാണ് അത് നടപ്പാക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച അവസരത്തിൽ ഈ രാജ്യത്തിലെ കോൺഗ്രസും സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുകാരുമെല്ലാം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി ഈ രാജ്യം ഇന്ത്യക്കാർ ഭരിക്കണം എന്നുള്ള ദേശീയ വികാരത്തിനടിപ്പെട്ടുകൊണ്ട്
എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുന്നേറിയപ്പോൾ എന്തായിരുന്നു RSSന്റെ പണി? RSSന്റെ താത്വിക ആചാര്യന്മാര് തന്നെ പ്രഖ്യാപിച്ചു, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങൾ പങ്കെടുക്കുന്നതൊക്കെ സമയം വൃഥാ ചെലവഴിക്കലാണ്. അതുകൊണ്ട് RSSകാര് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പങ്കെടുക്കേണ്ട ആവശ്യമില്ല, സമയം വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെയോ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുക്കുക. RSSന്റെ അന്നത്തെ ശാഖകളിൽ നടപ്പാക്കിയിട്ടുള്ള പരിപാടി സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി യുവാക്കളെ സജ്ജമാക്കുകയായിരുന്നില്ല, നേരെ മറിച്ച് കബഡി കളിക്കുക ആണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് RSSന്റെ ശാഖകളിൽ നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം RSS നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ഹത്യയായിരുന്നു രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് 48 ജനുവരി 30-ന്. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് RSSനെ നിരോധിച്ചു. RSSന് താത്വിക ആചാര്യനായിട്ടുള്ള സവർക്കറുടെ ആശയങ്ങളാൽ പ്രയോജനമായിട്ടുള്ള ശക്തിയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. ഇന്നിപ്പോ 48 ജനുവരി 30-ന് ശേഷം 70-ലധികം വർഷം കടന്നുപോയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് കാണുന്ന പ്രവണത എന്താണ്? മതഭ്രാന്തനായിട്ടുള്ള ഗോഡ്സെയെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ. രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി വർഗീയതക്കെതിരായിട്ട് എല്ലാ മതങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതിന്റെ പേരിൽ ഒരു മതഭ്രാന്തനാൽ കൊല ചെയ്യപ്പെട്ട മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തുക, പിന്നെയോ ഗോഡ്സെയെ പുകഴ്ത്തുക, മതഭ്രാന്തനായിട്ടുള്ള ഗോഡ്സെയെ പുകഴ്ത്തുക. ഇതാണ് ആ മോദി ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോഡ്സെയുടെ ഗാന്ധി വധക്കേസിൽ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മൊഴി അത് മലയാളത്തിലടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ടിപ്പോ വരികയാണ്. ഇതാണ് പുതിയ രൂപത്തിൽ കേരളത്തെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആക്രമണത്തിന്റെയും കൊലയുടെയും ശൈലിയിൽ CPMനെ തകർക്കാൻ കഴിയില്ല, കേരളത്തെ അവരുടെ കാൽക്കീഴിലാക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ പുതിയ ശൈലിയിലാണ് RSSന്റെ സ്വാധീന ശ്രമം. അതിന് പുതിയ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തുകയാണ്. ആ മുദ്രാവാക്യമാണ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കേട്ടത്. കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള സാമൂഹ്യ സ്ഥിതി പരിഗണിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം ഇന്ന് BJP ഉയർത്തുന്നു, RSS ഉയർത്തുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം, അതാണ് അവരുടെ പുതിയ മുദ്രാവാക്യം. അപ്പൊ കൊലക്കത്തിയുമായി ബോംബുമായിട്ട് CPMനെ തകർത്തുകൊണ്ട് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമം വിജയിക്കുന്നില്ല എന്ന അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ പുതിയ ശൈലിയിൽ എന്താ നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ളത് ജാതീയമായി ഭിന്നിപ്പിക്കുകയും മതപരമായി ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. തങ്ങളുടെ വർഗീയ അജണ്ട ഈ കേരളത്തിൽ നടപ്പാക്കണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജാതികളിൽപ്പെട്ട ആളുകളുടെ സ്വത്വബോധത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അത് വർഗീയ വോട്ടാക്കി മാറ്റണം. ഇതിനുള്ള പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് സംഘപരിവാരം ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഏത് ഹീനമായ മാർഗവും അവലംബിക്കാൻ സംഘപരിവാര ശക്തികൾക്ക് യാതൊരു മടിയുമില്ല. ഇപ്പൊ ജാതീയമായിട്ട് വിഭജിക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളം ഒരു 100 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇതേപോലെ മീറ്റിംഗ് നടത്താൻ കഴിയുമായിരുന്നോ? വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ടവർക്ക് ഒന്നിച്ചു ചേരാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മുന്നേറ്റങ്ങളുണ്ടായി, നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായി, അതിന്റെ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായി, ഇടതുപക്ഷം രൂപപ്പെട്ടു. അങ്ങനെ ഈ വളർച്ചയുടെ ഫലമായിട്ട് ജാതീയമായിട്ട് ഉള്ള അടിച്ചമർത്തൽ അവസാനിപ്പിക്കുകയും ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം ഉയർന്നു വരികയും സാമൂഹ്യബോധത്തെ വർഗബോധമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടൽ. അങ്ങനെയാണ് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം
ജാതിക്കതീതമായിട്ടുള്ള വർഗബോധം, മതത്തിനതീതമായിട്ടുള്ള വർഗബോധം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗ രാഷ്ട്രീയം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ കത്തികൊണ്ടും ബോംബ് കൊണ്ടും തകർക്കാമെന്നാണ് അവർ കരുതിയത്. അത് നടക്കുന്നില്ലെന്ന് വന്നപ്പോ പുതിയ മുദ്രാവാക്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. ആരാ നായാടി? കാണാൻ പറ്റാത്ത ജാതി. കാണരുത്, പിന്നെയോ തൊടരുത്, തീണ്ടരുത്. ഇതായിരുന്നു അക്കാലത്തെ ജാതി മുദ്രാവാക്യം. ആ ജാതി മുദ്രാവാക്യത്തെ ഇന്ന് എങ്ങനെയാണ് പുതിയ കാലത്തിനനുസരിച്ച് പ്രയോഗത്തിൽ വരുത്തി സംഘപരിവാരത്തിന് BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക? ഇതാണ് അവർ പരിശ്രമിക്കുന്നത്. നായാടി എന്ന് പറയുന്നത് മരത്തിന്റെ മറയത്തിരുന്ന്, കൈതക്കൂട്ടത്തിന്റെ മറയത്തിരുന്ന് മറ്റു മനുഷ്യരോട് സംവദിക്കാൻ മാത്രം അവകാശമുള്ള വിഭാഗമാണ് നായാടികൾ. അടിമ സമാനമായിട്ടുള്ള ജീവിതം നയിച്ചവർ. ഇപ്പൊ അതിലൊക്കെ മാറ്റം വന്നു. ഇതിന്റെ പരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, തുടർന്ന് ട്രേഡ് യൂണിയൻ, തുടർന്ന് കർഷക പ്രസ്ഥാനം, അതുപോലെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതൊക്കെ വളർന്ന് ശക്തിപ്പെട്ടപ്പോ ഇന്ന് പുതിയ രൂപത്തിൽ ജാതി സ്വത്വബോധത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് വർഗീയതയെ വളർത്തുക. ഇതാണ് സംഘപരിവാരം നടപ്പാക്കുന്നത്, BJP നടപ്പാക്കുന്നത്. അതിനുവേണ്ടി ഈ മുദ്രാവാക്യം ഉയർത്തുമ്പോ അടിമ സമാനമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള നായാടിക്ക് തോന്നുക ഞാൻ ശക്തിപ്പെട്ടു, ഞാൻ ഹിന്ദുവായിട്ട് വളർന്നിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുക. ഇതാണ് തോന്നിപ്പിക്കൽ. ഫാസിസ്റ്റുകൾ എല്ലാ സ്ഥലത്തും നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്രതീതി നിർമ്മാണം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന നിലയിലുള്ള പ്രതീതി നിർമ്മാണം രാജ്യത്തുടനീളം സംഘപരിവാര ശക്തികൾ നടപ്പാക്കുന്നു. കേരളത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നായാടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുന്നു ഞാൻ ഹിന്ദുവായി ശക്തിപ്പെട്ടിരിക്കുന്നു. മലയനും പൊലയനും തോന്നുക ഞാൻ ഹിന്ദുവായി ഉയർന്നിരിക്കുന്നു. തീയനും ഈഴവരും തോന്നുക ഞാൻ ഹിന്ദുവായി വളർന്നിരിക്കുന്നു. നായർക്കും നമ്പൂതിരിക്കും തോന്നുക ഞാൻ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയിരിക്കുന്നു, ഞാൻ കൂടുതൽ ഹിന്ദുവായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഹിന്ദു വർഗീയതയുടെ രാജ്യത്തുള്ള അരങ്ങേറ്റം. കേരളത്തിലും അതിന്റെ ചില നേട്ടങ്ങൾ സംഘപരിവാര ശക്തികൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ BJP വോട്ടിന്റെ വർധനവിന്റെ അടിസ്ഥാനം. ഇങ്ങനെയാണ് BJP വോട്ട് വെറുതെ വർദ്ധിച്ചതല്ല. കൊച്ചു കൊച്ചു ജാതി സംഘടനകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംഘപരിവാരം ഈ നാട്ടിൽ അവരുടെ വോട്ടിംഗ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് CPIM. അതുകൊണ്ട് ഈ ജാതി രാഷ്ട്രീയത്തെ എതിർക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാറണം. കാരണം ഇത് വർഗീയതയുടെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറുകയാണ്. അപ്പോ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള വർഗബോധത്തെയും അതിനെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെയും ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുകയും സംഘപരിവാരത്തെ കൂടുതൽ തുറന്നു കാട്ടുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്താ രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുള്ള സംഭാവന? തൊഴിലാളിയുടെ താല്പര്യം, കൃഷിക്കാരന്റെ താല്പര്യം, പാവപ്പെട്ടവന്റെ താല്പര്യം, ഇടത്തരക്കാരന്റെ താല്പര്യം. ഈ താല്പര്യമൊന്നുമല്ല ഈ രാജ്യത്ത് മോദിയുടെ ഭരണത്തിന് കീഴിൽ നടപ്പാക്കുന്നത്. മോദി ചായക്കാരന്റെ മോനാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആർക്കു വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്? CPIM കൃത്യമായി പറഞ്ഞു ഇത് ചങ്ങാത്ത മുതലാളിത്തമാണ്. മനസ്സിലായില്ലേ? ഒരു ഹിന്ദുവിനും വേണ്ടിയിട്ടല്ല മോദി നിൽക്കുന്നത്. പിന്നെയോ മുതലാളിത്തത്തിന്റെ പുതിയ രീതിയിലുള്ള സംരക്ഷണത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് BJPയും മോദിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണത്? ചങ്ങാത്ത മുതലാളിത്തത്തിലൂടെ കോർപ്പറേറ്റുകളുടെ പണം ഈ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ട് വർഗീയവൽക്കരിക്കുക, അതുവഴി കോർപ്പറേറ്റ് വൽക്കരണം ശക്തിപ്പെടുക. ഇതാണ് മോദിയുടെ ഭരണത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുറന്നു കാണിക്കാൻ CPM ഇടതുപക്ഷ പാർട്ടികളും മാത്രമാണുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM പറഞ്ഞ കാര്യങ്ങൾ പലർക്കും ബോധ്യമായില്ല, അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് വേണ്ടത്ര മുന്നേറ്റം നടത്താൻ കഴിയാതിരുന്നത്.
യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിലെ ഹിന്ദു താൽപര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന RSS BJP ആർക്കു വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്? യാതൊരു സംശയമില്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ആ കോർപ്പറേറ്റുകളുടെ പണം, ആ പണം ഉപയോഗിച്ചിട്ടാണ് ഈ രാജ്യത്തിലെ BJPയുടെ പ്രവർത്തനം. നിങ്ങൾക്കറിയാം, മോദി പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കിയ ഒരു നിയമത്തിന്റെ പേരാണ് ഇലക്ട്രൽ ബോണ്ട് നിയമം. എന്താ ഇലക്ട്രൽ ബോണ്ട് നിയമം എന്ന് പറഞ്ഞാൽ? ഇലക്ട്രൽ ബോണ്ട് നിയമം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ എത്ര പണം വേണമോ ആ പണം കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ബോണ്ട് സമ്പ്രദായമാണ് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നത്. എന്നാൽ ഏത് പാർട്ടിക്ക് ഏത് കോർപ്പറേറ്റ് എത്ര പണം കൊടുത്തു എന്നത് ജനങ്ങൾ ആരും അറിയേണ്ട ആവശ്യമില്ല, രഹസ്യമായിട്ട് വെക്കണം. ഇതിനെയാണ് CPIM സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞല്ലോ, ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാം സുതാര്യമായിരിക്കണം. അതുകൊണ്ട് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെല്ലാം കോർപ്പറേറ്റുകൾ എത്ര തുക കൊടുത്തു എന്നുള്ളത്, ഫണ്ട് എത്ര കൊടുത്തു എന്നുള്ളത് കൃത്യമായി പറയണം. സുപ്രീം കോടതി വിധി വന്നല്ലോ, എല്ലാം തത്ത പറയുന്നത് പോലെ പറയിപ്പിച്ചല്ലോ. CPMന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് രാജ്യത്തിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുള്ള പാർട്ടി ഏതാണ്? BJP. അവർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഹിന്ദു സംസ്കാരമാണ്. ഏത് സംസ്കാരം? ഒറ്റ സംസ്കാരമേ ഉള്ളൂ, കോർപ്പറേറ്റുകളുടെ സംസ്കാരം സംരക്ഷിക്കണം, കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് BJP മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഉണ്ട്. BJPക്കെതിരായിട്ട് ഘോരം പ്രസംഗിക്കും. പക്ഷേ BJPയുടെ പിന്നിലുള്ള വർഗീയ പ്രത്യയശാസ്ത്രത്തെ തുറന്നു കാണിക്കാൻ, ഫാസിസ്റ്റ് നയങ്ങളെ തുറന്നു കാണിക്കാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറില്ല. അവിടെയാണ് CPMഉം ഇടതുപക്ഷ പാർട്ടികളും തത്വാധിഷ്ഠിതമായിട്ട് ഇത്തരം തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായി ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാനുള്ള നല്ല പ്രവർത്തനം നടത്തുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനും ഇടതുപക്ഷത്തിനും തിരിച്ചടിയുണ്ടായി. ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ശോഷണം ഉണ്ടായി. ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് ലോക്സഭയിലും മറ്റും എണ്ണക്കുറവുണ്ടായി. ഈ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ ശരിയല്ല എന്ന് വരുമോ? നിലപാടുകൾ എവിടെയും ഉയർത്തിപ്പിടിക്കണം. ചിലപ്പോൾ താൽക്കാലികമായി തോറ്റുവന്നിരിക്കും, പക്ഷേ ആ ശരിയായിട്ടുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരം അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ദേശീയ തലത്തിലുള്ള ശോഷണം നടന്നിട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെ CPMന് ഇനി മുന്നോട്ട് പോകണം? ഈ കാര്യം പാർട്ടി ജനാധിപത്യപരമായി ചർച്ച ചെയ്യുകയാണ്. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞു, തുടർന്ന് ഉപരിസമ്മേളനങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോ പാർട്ടി കോൺഗ്രസ് നടക്കാൻ വേണ്ടി പോവാണ്. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെ നടത്തുന്ന 24ാമത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ദേശീയ തലത്തിലുള്ള മുന്നേറ്റം എങ്ങനെ സാധ്യമാവാം എന്നുള്ളതാണ്. സാധ്യമാക്കുന്നതിനുള്ള കർമ്മപരിപാടിയാണ് മധുര പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെയാണ് വലതുപക്ഷത്തെ ഈ BJPയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നയങ്ങളെ തുറന്നു കാണിക്കുന്നതിന്റെ ആവശ്യകത മുന്നോട്ട് വെക്കണം. അതേസമയം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വലതുപക്ഷ തീവ്രശക്തി അത് BJPയാണ്. RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJPയാണ്. ആ BJPയെ ഒറ്റപ്പെടുത്തണം. BJP എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ പിന്നിലുള്ള ആത്മീയാചാര്യമായിട്ടുള്ള RSSന്റെ വർഗീയ പ്രത്യയശാസ്ത്രം എന്താണ്, അത് ജനങ്ങൾക്കിടയിൽ നല്ല നിലക്ക് തുറന്നു കാണിക്കണം, പ്രചരിപ്പിക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പോ കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണ്? കൊടകര, അല്ലെ? കുഴൽപ്പണ കേസ്. സുഹൃത്തുക്കളെ, എന്താ കൊടകര കേസിന്റെ പിന്നിലുള്ളത്? ഇപ്പോ മോദിയുടെ ഭരണത്തിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED കൊടകര കുഴൽപ്പണ കേസിലെ BJPക്കാരായിട്ടുള്ള പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്, കുറ്റപത്രം എന്ന പേരിൽ കോടതി കൊടുത്തിരിക്കുകയാണ്. അതിൽ വലുതായിട്ടൊന്നും അന്വേഷിക്കാനില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്.
എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പണം വേണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പണം വേണം. എവിടുന്നാ പണം? നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദുവായിട്ട് കൃഷിക്കാരെ കൊടുക്കുന്ന ഫണ്ടാണോ ബി.ജെ.പിക്ക്? ഇവിടെ CPM-ഉം ഇടതുപക്ഷവും ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചുകൊണ്ടാണ്. അത് പരസ്യമായി CPIM പറയുന്നു, ഞങ്ങൾക്ക് ഫണ്ട് വേണം. ആ ഫണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് വാങ്ങുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ആരാണോ ഫണ്ട് തരുന്നത് ആ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് ബി.ജെ.പിക്ക് പണം? നേരത്തെ പറഞ്ഞല്ലോ, കോർപ്പറേറ്റുകൾ കൊടുക്കുകയാണ് പണം. ഇതാണ് RSSകാർ പ്രചരിപ്പിക്കുകയാണ്. ഇത് RSSന്റെ മറ്റേ ധ്വജം ഉയർത്തുന്ന അവസരത്തിൽ അവിടെ ഇടുന്ന കാണിക്കുകയാണ് ഞങ്ങളുടെ ഫണ്ട് എന്ന്. അതൊന്നുമല്ല. കോടിക്കണക്കിന് ഉറുപ്പിയുടെ ഫണ്ട് രാജ്യത്തിലെ കോർപ്പറേറ്റുകൾ കൊടുക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് RSS BJP പ്രവർത്തിക്കുന്നത്. അതിലൊന്നാണ്, അതിന്റെ ഒരു ഭാഗമാണ്, ഒരു ചെറിയൊരു ചാലാണ് കൊടകരയിൽ ഒഴുകി വന്നത്. അവിടെ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി. ഞങ്ങള് കാറ് വരുന്ന അവസരത്തിൽ പുലർച്ചെ ഒരു സംഘം ആളുകൾ കാറ് തടയുന്നു, അത് തട്ടിപ്പറിക്കുന്നു. അതിനകത്തുള്ള പണം 25 ലക്ഷത്തിന്റെ പരാതിയാണ് കൊടുത്തത്. നോക്കണം, 25 ലക്ഷം ഉറുപ്പ്യ ഞങ്ങളെ കാറിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്നതാണ്. പോലീസ് അന്വേഷിച്ചു. കേരള പോലീസാണല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസാണ്. ആ പോലീസിന് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാം, സ്വതന്ത്രമായി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ പോലീസിന് മനസ്സിലായി, ഈ പരാതിയിൽ പറഞ്ഞ 25 ലക്ഷം ഉറുപ്പികയല്ല യഥാർത്ഥത്തിൽ തട്ടിപ്പറിക്കപ്പെട്ടത്. പിന്നെയോ 6 ചാക്കുകളിലായി 9 കോടി ഉറുപ്പിക തൃശൂരിലെ BJP ആഫീസിൽ എത്തിയിരുന്നു. 6 ചാക്കിൽ 9 കോടി ഉറുപ്പിക. അതിലൊരു പങ്കാണ് ധർമ്മരാജൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രന്റെ സുഹൃത്ത് ഈ കാറിൽ കൊണ്ടുവരുന്നത്. അപ്പോ ഒരു സംഘം ആളുകൾ, അത് BJPക്കാര് തന്നെയാണ്, ഇതെല്ലാം തട്ടിപ്പറ് സംഘമാണല്ലോ. അപ്പോ ഇതൊക്കെ കണക്കിൽപ്പെടാത്ത പണമാണ്. നോക്കണം, കള്ളപ്പണമാണ്. കണക്കിൽപ്പെടാത്ത പണമായതുകൊണ്ട് ഇതിന്റെ സ്രോതസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആ കള്ളപ്പണം തട്ടിപ്പറച്ചാലും ഇവരിങ്ങനെ കേസ് വരില്ല. അങ്ങനെയാണ് കൊടകര പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നത്. 25 ലക്ഷത്തിന്റെ പരാതിയാ വന്നത്, തട്ടിപ്പറിച്ചു. അന്വേഷിച്ചെത്തിയപ്പോ എത്രയാ? 44 കോടി ഉറുപ്പിക കേരളത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ വന്നിട്ടുണ്ട്. 44 കോടി ഉറുപ്പിക എവിടുന്നാ വന്നത്? ഇതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കേണ്ടത്. എവിടുന്നാ ഈ 44 കോടി ഉറുപ്പിക വന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോ ഇത് ചെറിയ നെറ്റ്വർക്കല്ല, അഖിലേന്ത്യാ തലത്തിലുള്ള നെറ്റ്വർക്കാണ്. കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടപെടുക. വോട്ടർമാർക്ക് പണം വേണോ, ആ പണം ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ വോട്ട് പണം കൊടുത്ത് വാങ്ങുക. ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റുക. പുറത്തെന്താ പ്രസംഗം? കാക്കി ട്രൗസറും അല്ലെങ്കിൽ കാക്കി പാൻസും ഇട്ട് ദണ്ഡയെടുത്ത് മാർച്ച് ചെയ്ത ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നാണ് അവര് അവകാശപ്പെടുന്നത്. പക്ഷേ ആരാണ് ഈ ഇതുപോലെയുള്ള സംഘടനകളുടെ പണത്തിന്റെ സ്രോതസ്? എവിടെ നിന്നാണ്? കോർപ്പറേറ്റുകളുടെ പണം, കള്ളപ്പണം, കണക്കിൽപ്പെടാത്ത പണം BJP കൊടുക്കുകയാണ്. 44 കോടി ഉറുപ്പിയുടെ കണക്ക് കണ്ടെത്തി. പോലീസ് അന്വേഷിച്ച് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അന്വേഷിച്ചെത്തിയപ്പോ 44 കോടി ഉറുപ്പിയുടെ കള്ളപ്പണത്തിന്റെ ഒരു ചെറിയ ചാലാണ് കൊടകരയിൽ വെച്ച് തട്ടിപ്പറിക്കപ്പെട്ടത് എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഇതൊക്കെ അന്വേഷിച്ചപ്പോ ഇതൊരു കവർച്ചയല്ല. പോലീസിന്റെ നിയമപ്രകാരം കവർച്ചയെക്കുറിച്ച് അന്വേഷിക്കാം. ഇത് കവർച്ചയല്ല, പിന്നെയോ ഇത് കൃത്യമായിട്ടുള്ള ഒരു കള്ളപ്പണമാണ്. ആ കള്ളപ്പണത്തെ പറ്റി അന്വേഷിക്കാൻ ഈ രാജ്യത്തുള്ള നിയമ സംവിധാനം അനുസരിച്ച് അധികാരപ്പെട്ട ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തു, നിങ്ങൾ അന്വേഷിക്കണം, ഇത് കൃത്യമായിട്ട് കള്ളപ്പണം. നോക്കുമ്പോ ഈ കള്ളപ്പണത്തിന്റെ കണ്ണികളായവർ, കള്ളപ്പണ വിതരണത്തിന്റെ കണ്ണികളായവർ ആരൊക്കെയാണ്? കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കന്മാരാണ്.
അപ്പൊ അവരെ രക്ഷിക്കണം. ഇതാണല്ലോ CBI ആയാലും അതുപോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളായാലും BJP-ക്കാരെ തൊടില്ല. പ്രതിപക്ഷത്തുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികളെ എല്ലാ നിലയിലും അവർ ഉപയോഗപ്പെടുത്തും. അതിപ്പോ വിളിക്കു വന്നിരിക്കുകയാണ്. കേരളത്തിലെ പോലീസിലെ സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോ കോടതിയിലുണ്ട്. ആ കുറ്റപത്രത്തിൽ നിന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ചെറിയ ശക്തിയല്ല ഈ രാജ്യത്തിലെ RSS BJP എന്ന് പറയുന്നത്. സഖാവ് പവിത്രന്റെ കൊലയാളികളടങ്ങുമുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ശത്രുക്കളാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രം ഭരിക്കുന്നു BJP, സംസ്ഥാനങ്ങൾ മറ്റു പാർട്ടികൾ ഭരിക്കുന്നു. ഇവിടെ കേരളമാരാ ഭരിക്കുന്നത്? സഖാവ് G. പവിത്രന്റെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി LDF-ന്റെ സർക്കാർ. മോദി 10 കൊല്ലം ഭരിച്ചു. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് മോദിയുടെ ഭരണം മുന്നോട്ട് പോകുന്നു. പക്ഷേ 10 കൊല്ലം ഭരിക്കുന്ന അവസരത്തിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോ 63 സീറ്റ് കുറഞ്ഞിരിക്കുകയാണ് BJP-ക്ക്. അതിന്റെ പ്രയാസമുണ്ട്. സഖ്യകക്ഷികളെ കൂടാതെ BJP-ക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലോ 2016 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അധികാരത്തിൽ വന്നു. നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് അധികാരത്തിൽ വന്നത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം എന്താ? ഈ വലതുപക്ഷ ശക്തികൾ, കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും അതിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന പിറവിക്ക് ശേഷം ആദ്യമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലാണ് EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. 57 ഏപ്രിൽ മാസം 5-ാം തീയതി മുഖ്യമന്ത്രിയായിട്ട് സഖാവ് EMS സത്യപ്രതിജ്ഞ ചെയ്തു. 5 കൊല്ലത്തേക്കാ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. എത്ര കൊല്ലം ഭരിക്കാൻ വിട്ടത്? 2 കൊല്ലം. അതിനെ കോൺഗ്രസിന്റെ അധികാരം ഉപയോഗിച്ച് അതിനെ തകർത്തു, പിരിച്ചുവിട്ടു. അല്ലേ? പിന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഇനി അധികാരത്തിൽ വരില്ല. പക്ഷെ കേരളം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പശ്ചാത്തലമുള്ള രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു കേരളമാണ്. ആ കേരളത്തിൽ വീണ്ടും വന്നു 67. അതേ EMS മുഖ്യമന്ത്രിയായിട്ട് വന്നു. അന്നും 5 കൊല്ലത്തേക്കാണ് തെരഞ്ഞെടുത്തത്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിൽ LDF, അന്നത്തെ സപ്തകക്ഷി ഐക്യമുന്നണി അധികാരത്തിൽ വന്നു. പക്ഷെ 5 കൊല്ലം ഭരിക്കാൻ പറ്റില്ല. ആര്? ഈ കോൺഗ്രസ്. 2 കൊല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. അന്നെന്താ ചെയ്തത്? CPM-ന്റെ കൂടെയുള്ള പാർട്ടികളെ ചാക്കിലാക്കി അതിനെ തകർത്തു. അതിനുശേഷം പറഞ്ഞു ഇനി വരില്ല, CPIM ഇനി അധികാരത്തിൽ വരില്ല. 1980 വീണ്ടും വന്നു സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിക്കൊണ്ട്. അല്ലേ? അന്നും 5 കൊല്ലത്തേക്കാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ 2 കൊല്ലേ കോൺഗ്രസ് ഭരിക്കാൻ പറ്റുള്ളൂ. കൂടെയുള്ള പാർട്ടികളെ കോൺഗ്രസ് ചാക്കിലാക്കി. അന്ന് കോൺഗ്രസ് മുടിചൂടാ മന്നന്മാരാണ്. ഇപ്പോഴോ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടപ്പോലെ ഫലിക്കില്ല എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ഇപ്പോ ദുർബലമായിരിക്കുകയാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ BJP-യാണ്. ആ BJP ചെയ്യുന്നത് എന്താ? ഈ ഗവൺമെന്റിനെ കാലാവധി തികക്കാതെ പിരിച്ചുവിടുക എന്നതല്ല, അതിന് പകരം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെ സാമ്പത്തികമായിട്ട് ഞെരുക്കാം, ശ്വാസം മുട്ടിക്കാം, ഇതാണ് അവർ നോക്കുന്നത്. ഇതിനിടയിലാണ് 5 വർഷം പിണറായി സർക്കാർ ഭരിച്ചത്. 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് CPM നേതൃത്വത്തിലുള്ള LDF ഭരണത്തിന് ഭരണത്തുടർച്ചയ്ക്കുള്ള ജനവിധി കിട്ടി. ഒരു ചരിത്ര സംഭവമാണ്. ഇന്ത്യയിലെ ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 57 ഉണ്ടായിട്ടൊരു ചരിത്ര സംഭവം. അതേപോലെ ഇന്ത്യയുടെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം ദേശീയ തലത്തിൽ ശോഷണത്തിനിരയായിട്ടുള്ള സാഹചര്യത്തിലും കേരളത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തുടർ ഭരണത്തിലുള്ള ജനവിധി ഉണ്ടായി. എന്തുകൊണ്ടാ? ഈ കേരളത്തിലെ 50% വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തില്ല. പിന്നെയോ 5 കൊല്ലം ഭരിച്ച പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ നടപടികൾ, നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിച്ച മുൻ അനുഭവമില്ലാത്ത മഹാമാരി,
വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നപ്പോ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏത് നിലക്കാണോ ജനങ്ങളെ നയിക്കേണ്ടത്, ജനങ്ങളെ സഹായിക്കേണ്ടത്, സഹായിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഭരണ നടപടികൾ ഇതിന് ജനങ്ങൾ അംഗീകാരം കൊടുത്തു. അങ്ങനെയാണ് ഭരണ തുടർച്ചയ്ക്കുള്ള ജനവിധി ഉണ്ടായത് 2021. ഇത് ഈ കേരളത്തിലെ വലതുപക്ഷ ശക്തികളെ വല്ലാതെ ബേജാറാക്കിയിട്ടുണ്ട്. ഏത് നിലക്കും ഇതിനെ തകർക്കുക, ഇതാണ് വലതുപക്ഷ ശക്തികളുടെ പരിപാടി. വലതുപക്ഷ ശക്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഗ്രസും ലീഗും മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, ഇങ്ങനെ വലിയ ശൃംഖലയാണ്. അവർക്ക് നല്ലവണ്ണം പണം കിട്ടുന്നുണ്ട്. CPM നേതൃത്വമുള്ള ഈ ഗവൺമെന്റിനെ താഴടിച്ചു ഗണിക്കാനുള്ള പ്രചരണ സംവിധാനത്തിന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. ഇപ്പോ 2021 LDF സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷം 4 കൊല്ലം ഭരിച്ചു കഴിഞ്ഞു. 5ാം വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഈ ഏപ്രിൽ മാസം അങ്ങോട്ട് 4ാം വാർഷികാഘോഷത്തിന്റെ വിപുലമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ്, ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടി കേരളത്തിൽ LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്? ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിച്ചുകൊണ്ടാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ വാഗ്ദാനം പാലിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. ഇവിടെയാണ് CPM-ഉം ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന നവകേരള കാഴ്ചപ്പാടിന്റെ പ്രത്യേകത ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. CPM അനുഭാവികൾ മാത്രമല്ല, എല്ലാവരും തിരിച്ചറിയണം. കോൺഗ്രസുകാരും വികസനത്തെപ്പറ്റി പറയും, മുസ്ലിം ലീഗുകാരും വികസനത്തെപ്പറ്റി പറയും, BJP-ക്കാരും പറയും വികസനത്തെപ്പറ്റി. പക്ഷേ ഈ വലതുപക്ഷക്കാരുടേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. എന്താ വികസന കാഴ്ചപ്പാടിന്റെ ഒരു പ്രത്യേകത? വികസനം എന്ന് പറഞ്ഞാൽ അത് സമഗ്രമായിട്ടുള്ള ഒന്നായിരിക്കണം എന്നതാണ്. അതിന്റെ ഹരിശ്രീ എവിടെ തുടങ്ങണം? സമൂഹത്തിന്റെ താഴേക്കടയിലുള്ള ജനവിഭാഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള അഭിവൃദ്ധിയാണ് വികസനം. അത് നടപ്പാക്കുകയാണ് ഇവിടെ. നിങ്ങൾ നോക്കൂ, ഈ നവംബർ 1-ാം തീയതി 2025 നവംബർ 1-ാം തീയതി കേരള പിറവി ദിനമാണ്. ആ നവംബർ 1-ാം തീയതിയോടെ കേരളത്തിലെ LDF സർക്കാർ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോവുകയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറും. അതാ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം എന്താണ്? മോദി ഭരിക്കുന്ന ഇന്ത്യ ആഗോള പട്ടിണി സൂചികയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി ഏറ്റവും കൂടുതൽ രാജ്യമായിട്ട് ലോകത്തിലെ മാനദണ്ഡം അനുസരിച്ച് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പട്ടിണി സൂചികയിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോ ഇതാ ഈ കേരളം, LDF ഭരിക്കുന്ന ഈ കേരളം അതിദരിദ്രയില്ലാത്തൊരു സംസ്ഥാനമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. ചെറിയ കാര്യമാണോ? കേരളത്തിലെ ഏതെങ്കിലും, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഇതേപോലെയുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കുടുംബശ്രീ വഴി ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പരിശോധിച്ചു, കണ്ടെത്തി 64,006 കുടുംബങ്ങൾ അതീവ ദരിദ്രരായിട്ടുണ്ട്. ആ ദരിദ്ര കുടുംബങ്ങളുടെ ദാരിദ്ര്യം മാറ്റിക്കൊണ്ട് അതിദാരിദ്ര്യമുക്തമായിട്ടുള്ള നിലയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ LDF പരിശ്രമിച്ചു. ഗവൺമെന്റും അതോടൊപ്പം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ പരിശ്രമിച്ചു. അതിന്റെ പ്രഖ്യാപനം വരാൻ വേണ്ടി പോവാണ്. നോക്കണം, അഭിമാനമല്ലേ കേരളത്തിലെ ഓരോ ആളുകൾക്കും ഉണ്ടാവേണ്ടത്? ഇതാരുടെ ഭരണ നേട്ടമാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടം അല്ലേ? ഇത് മാത്രമല്ല, മാലിന്യമുക്ത കേരളം, നമ്മുടെ റോഡുകൾ, നമ്മുടെ തോടരികൾ, നമ്മുടെ പുഴയോരങ്ങളൊക്കെ മാലിന്യമുക്തമാക്കാനുള്ള വലിയ പ്രവർത്തനം നടത്തി. എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഈ മാലിന്യങ്ങളുടെ ഉറവിടം എവിടെയാണ്? നമ്മുടെ വീടുകൾ. നമ്മുടെ വീടുകളുടെ നിലയിൽ മാലിന്യമുക്തമാക്കണം. മാലിന്യമുക്ത സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഹരിത കർമ്മസേന ഉണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഉണ്ടോ? BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഹരിത കർമ്മസേന പ്രവർത്തിക്കുന്നു. ജനങ്ങളാകെ ഇടപെടുന്നു. ഓരോ പട്ടണപ്രദേശങ്ങളും
നല്ല സുന്ദരമായിട്ടുള്ള പ്രദേശമായി മാറുന്നു. പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു സംസ്കാരം കേരളത്തിൽ വളർന്നു വരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ നേട്ടമാണ്. ഇത് കോൺഗ്രസിന് സഹിക്കുന്നില്ല. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നാം മുന്നോട്ട് കുതിക്കുന്നു. വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനത്തിൽ കേരളം മുന്നോട്ട് നീങ്ങുന്നു. ഓരോ പഞ്ചായത്തിലും അർഹരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നു. ഇപ്പോഴും ഇനിയും ആ ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടവരുണ്ട്. പക്ഷെ ചിലയിടത്ത് നോക്കുമ്പോൾ സ്വന്തമായിട്ട് സ്ഥലമില്ല. സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കെല്ലാം വീട് നിർമ്മിച്ച് താക്കോൽ ദാനം കൊടുക്കുന്ന പ്രക്രിയ അത് അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് LDF ഭരിക്കുന്ന കേരളം. വികസന കാഴ്ചപ്പാടിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതോടൊപ്പം പശ്ചാത്തല സൗകര്യ വികസനം വേണം, റോഡുകൾ വികസിക്കണം, പാലം വേണം, സ്കൂൾ കെട്ടിടം വേണം, ആസ്പത്രി കെട്ടിടം വേണം. ഇതിനെല്ലാം തന്നെ ബഡ്ജറ്റിന് പുറത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതി LDF സർക്കാർ ആവിഷ്കരിക്കുന്നു, അത് നടപ്പാക്കുന്നു. അവിടെയാണ് കഴുത്ത് പിടുത്തം. ആര്? മോദി. നമ്മൾ അർഹമായിട്ടുള്ള വിഹിതം തരുന്നില്ല, നികുതി വിഹിതം നമുക്ക് തരുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി തരാതെ നമ്മളെ വിഷമിപ്പിക്കുന്നു. പക്ഷേ ഈ പ്രയാസത്തിനിടയിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയേറെ ആളുകൾക്ക് 1600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന ഏതൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ട് സുഹൃത്തുക്കളെ? എവിടെയില്ല. ഇവിടെയുണ്ട്. അതാ ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാടിന്റെ പ്രത്യേകത. കേന്ദ്രം പരമാവധി നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇത് ജനസമക്ഷം തുറന്നു കാണിച്ചു. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ഒക്കെ ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ മൂക്കിന് മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങള് ഇന്ത്യയുടെ ഭാഗമാണ്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യം രാജ്യത്താകമാനം ഉയർന്നു. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഉയർന്നു. പക്ഷെ യാതൊരു അനക്കവുമില്ല. ഏറ്റവും ഒടുവിലിപ്പോ കഴിഞ്ഞ പൊട്ടലുണ്ടായി. ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾ ഭൂമിക്കടിയിലായി. കുറെ ആളുകളുടെ ശവശരീരം കിട്ടി. ചിലരുടെ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ചിലരുടെ ശരീരം. ജനങ്ങളാകെ അതിന്റെ കൂടെ നിന്നു. കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കാൻ അവർ തയ്യാറായല്ലോ. ഒടുവിൽ L3 വിഭാഗത്തിലുള്ള ദുരന്തമായിട്ട് അവർ പ്രഖ്യാപിച്ചു. പക്ഷേ ചില്ലിക്കാശ് പോലും കേരളത്തിന് നൽകിയില്ലല്ലോ മോദി സർക്കാർ. ജൂലൈ 30 സംഭവം നടന്നതിന് ശേഷം ആഗസ്റ്റ് 10 അഥവാ മോദി വരുന്നു. മോദി അവിടെ പോയി ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. എന്നിട്ട് ആസ്പത്രി സന്ദർശിച്ചു. ആസ്പത്രി കിടക്കയിലതാ അതിജീവിച്ച ഒരു കുട്ടി, ദുരന്തത്തെ അതിജീവിച്ച ഒരു കുട്ടിയെ കാണുന്നു. കുട്ടിയെ കയ്യിലെടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അല്ലെ, തടിയോടുകൂടിയുള്ള ഉമ്മ. അപ്പോൾ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ കൊട്ടിഘോഷിച്ചു, എന്തൊരു മനുഷ്യ സ്നേഹിയാണ്. നമ്മുടെ BJP-ക്കാര് മോദിയെക്കുറിച്ച് പറയാറ് ലോക മഹർഷിയെന്ന. ആ വിദ്വാൻ ജൂലൈ 30 ദുരന്തമുണ്ടായി, ആഗസ്റ്റ് 10 സ്ഥലത്തെത്തി. ഇപ്പൊ എത്രയായി? 8 മാസം പിന്നിട്ടു. ഒരു ന്യായ പൈസ കൊടുത്തോ അവിടെ? ഇന്നിപ്പോ അവിടെ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ആ മുഴുവൻ കുടുംബങ്ങളെയും ഒരു ടൗൺഷിപ്പിനകത്ത് താമസിപ്പിക്കാൻ, പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം നടന്നിരിക്കുകയാണ്. ഇന്ന് 4 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയും മറ്റു മന്ത്രിമാരും കൂടെ പ്രതിപക്ഷ നേതാവും അവിടുത്തെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ അതിന്റെ ശിലയിട്ടിരിക്കുകയാണ്. ഡിസംബർ മാസമാവുമ്പോഴേക്ക് അവർക്ക് വീട്, അവിടെ കളിക്കളം, അതുപോലെ തന്നെ അവർക്ക് ടൗൺഷിപ്പ് ആണ്, സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം, കളിക്കളമുണ്ട്, ആരോഗ്യ സംവിധാനമുണ്ട്, ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചില്ലിക്കാശ് പോലും മോദി നൽകിയില്ല. അതായത് ലോക മഹർഷി എന്നാണ് നമ്മുടെ BJP-ക്കാർ ഇപ്പൊ പറയുന്നത്. അവിടെ മരിച്ച മനുഷ്യരുടെ
കാര്യം ഈ BJP-ക്കാരും സംഘപരിവാര ശക്തികളും തെല്ലും പരിഗണിക്കുന്നു. ചില്ലിക്കാശും തന്നിട്ടില്ലല്ലോ ഇതേവരെ. അവസാനം പറഞ്ഞു ഞങ്ങള് വായ്പ തരാം, 529 കോടിയുടെ വായ്പ തരാം, പക്ഷേ അത് തിരിച്ചടക്കണം എന്ന് മാത്രമല്ല 45 ദിവസം കൊണ്ട് 529 കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ട് അതിന്റെ ബില്ലിംഗ് തന്നേക്കണം. എത്ര പരിഹാസ്യമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ധർമ്മം കൊടുത്തില്ലെങ്കിലും നായെ വിട്ട് ഘടിപ്പിക്കരുത്. അവിടെ ഇപ്പോ വയനാട് ദുരന്തത്തിന് ശേഷം കേന്ദ്രത്തിൽ നിന്നൊരു കത്ത് സംസ്ഥാന ഗവൺമെന്റ് കിട്ടി. 2016-17 കാലത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ പ്രതിരോധ സേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററിന്റെ വാടക തൊട്ടടുത്ത തപാലിൽ തന്നെ ഇങ്ങോട്ട് അയച്ചു തരണം. എത്ര പ്രകോപനപരമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. എന്താ അതിന്റെ പിന്നിലുള്ളത്? രാഷ്ട്രീയമാണ്. നാം മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട് അത് ഈ രാജ്യത്തിലെ വലതുപക്ഷ ശക്തികൾക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഏതു നിരക്കും ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെ അനുകൂലിക്കുക. ഇതാണ് കേരളം ദ്രോഹിക്കപ്പെട്ടാലും തരക്കേടില്ല. ഇതിന്റെ വിഷമമൊക്കെ സഹിക്കുന്നത് LDF സർക്കാരാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിമാരും ഒറ്റപ്പെടട്ടെ എന്ന മനോഭാവത്തോടു കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. അവര് ആത്മാർത്ഥമായിട്ട് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്കറിയാം, വേറൊരു വിഷയം വന്യമൃഗശല്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നു. ഇപ്പോ പാട്യം വയലില് ഒരു കൃഷിക്കാരനെ കാട്ടുപന്നി കൊന്നല്ലോ. കാട്ടാനി ആക്രമം വരുന്നു, കുരങ്ങന്മാരുടെ ശല്യം. ഇതൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിലെ നിയമസഭ ഏകകണ്ഠമായി കേന്ദ്രത്തോട് പ്രമേയം പാസാക്കിയിട്ട് പറഞ്ഞു, ആ 1972 പാസാക്കിയ ഒരു നിയമമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് പാസാക്കിയത്. ആ പാസാക്കിയ നിയമം അനുസരിച്ച് വനത്തോടനുബന്ധിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനൊന്നും പ്രശ്നമല്ല. ആ ജീവൻ നഷ്ടപ്പെട്ടാലും തരക്കേടില്ല. വന്യജീവി സംരക്ഷണം വേണം. 72 പാസാക്കിയ നിയമമാണ്. 72 കഴിഞ്ഞിട്ട് കാലം കുറയായി. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം വന്യമൃഗാക്രമത്തെ തുടർന്ന് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതിനൊത്ത് നിയമത്തിൽ മാറ്റം വരുത്തണ്ടേ? മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ? നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. മോദി തയ്യാറില്ല. എന്നാ മാറ്റം വരുത്താൻ ആ പാർലമെന്റിനകത്ത് ഉള്ള കുറെ കോൺഗ്രസുകാരുണ്ട്, ലീഗുകാരുണ്ട്, എന്തെങ്കിലും ചെയ്യണ്ടേ? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസാക്കിയതാണ്. ആ നിയമം വാജ്പേയിയുടെ കാലത്ത് കുറെ കൂടി വന്യമൃഗ സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വകുപ്പുകളാണ് അതിൽ കൂട്ടിച്ചേർത്തത്. കാരണം കർക്കശമാക്കുകയാണ് ചെയ്തത്. മനുഷ്യർക്ക് സംരക്ഷണമില്ല. വന്യജീവികളെ നിയമപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം മാറ്റേണ്ടത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണ്ടേ? നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി, മാറ്റുന്നില്ല. ഇതാണ് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട്. ഇവിടെ നമ്മുടെ LDF സർക്കാരിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കണം. അതാണ് ഈ ദിനത്തിൽ നമുക്കൊക്കെ പ്രതിജ്ഞ ചെയ്യാനുള്ളത് എന്ന കാര്യം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അതാണ് കൂടുതൽ ശക്തിപ്പെടേണ്ടത്. നമ്മുടെ പോരായ്മകൾ എന്താണ്? ആ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഹരിച്ച് ഏറ്റവും കൂടുതൽ സുശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷമാപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. സഖാവ് ജി പവിത്രൻ നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടൊരു സഖാവായിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗമായും നിർമ്മാണ തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയൻ പ്രവർത്തനം നടത്തിയും ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ഒക്കെ ഈ നാട്ടിന്റെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി, CPM ആയി, CPM-ന്റെ പ്രമുഖനായിട്ടുള്ള നേതാവായി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ RSSന്റെ നേതൃത്വം തന്നെ ആവിഷ്കരിച്ച് ആ കൊലപാതകം നടപ്പാക്കിയത്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ട ജീവൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നയം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ്. ഇന്ന് ആ പാർട്ടിയുടെ നയം കൂടുതൽ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഖാവ് പവിത്രനോടുള്ള നമ്മുടെ ആത്മാർത്ഥത തെളിയിക്കേണ്ടത്. ആ നിലയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയണം. അതിനുവേണ്ടി നമുക്കൊക്കെ പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് പവിത്രന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനം.